വെൽക്കം ടു പെപ്പ ക്യാൻഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. വളരെ സിമ്പിളാണ്. 2 DIY റീഡിങ് കോർണറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വീട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫേർണിച്ചറൊക്കെ റീഅറേഞ്ച് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഇത്തവണ എങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് സ്പേസ് ബാക്കി വന്നു. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു DIY ചെയ്യാനായിട്ട് ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. എല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചതേ ഉള്ളൂ. എൻ്റെ ലിവിങ് റൂമിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, ഒരു ത്രോ ബ്ലാങ്കറ്റ്. അപ്പോൾ അത് വെച്ച് കവർ ചെയ്തു. ബാക്കിയെല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനം തന്നെ, അതിനായിട്ടൊന്നും പ്രത്യേകിച്ച് വാങ്ങിയിട്ടില്ല. ഇതുപോലെ ഇനി ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഒരു ചെറിയ വിൻഡോ സ്പേസ് കുറച്ചുണ്ടായിരുന്നു, വിൻഡോസിൽ ഏരിയ. അവിടെ ഒരു ചെറിയ റീഡിംഗ് കോർണർ കൂടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വിൻഡോസിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വിൻഡോസ് എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കണം. അഡൾട്ട്സ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ പോലും വിൻഡോസ് ലോക്ക്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ സേഫ്റ്റിക്ക് എപ്പോഴും കീ ഉപയോഗിച്ചുള്ള ലോക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോക്ക് ചെയ്തിട്ട് കീ മാറ്റി വയ്ക്കുക, അപ്പോൾ കുട്ടികൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിലേക്ക് ഞാൻ ഒന്നും പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതേ ഉള്ളൂ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണാണ് കേട്ടോ. ഒരാൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാനും, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ, അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ബുക്ക് വായിക്കാനോ ഒക്കെ നല്ലൊരു ഏരിയ ആണിത്. ഇനി നമുക്ക് എങ്ങനെ കുട്ടികളുടെ റീഡിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളൊരു മാതൃകയാവണം. നമ്മളെങ്ങനെയാണ് നമ്മളെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന കുട്ടികൾ അതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ബുക്സൊക്കെ എടുത്തുനിന്ന് വായിച്ച് കുട്ടികൾക്ക് അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവും.
ഏറ്റവും ചെറിയ കുട്ടികൾക്ക് നമ്മൾ വാങ്ങുമ്പോൾ ബോർഡ് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറുള്ള ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ആ ബുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ വിട്ടു കൊടുക്കുക. അതിൻ്റെ പേജ് കീറിയാലോ നമ്മൾ ഒരു കംപ്ലൈൻറ്റ് പറയാതെ അവരത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യട്ടെ. പെപ്പപ്പിഗിൻ്റെ ആയാലും ഡോറയുടെ ആയാലും അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക ആദ്യത്തെ ചെറിയ കുട്ടികൾക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീ സ്കൂൾ കുട്ടികൾ. അവരൊന്നും തുടക്കത്തിലേ അങ്ങ് വായിച്ച് വരത്തില്ല, നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ഇരുന്ന് അവർക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക. പിക്ചേഴ്സുള്ള ഇല്ലസ്ട്രേറ്റീവ് ബുക്സാണ് എപ്പോഴും ചെറിയ കുട്ടികൾക്ക്, ബിഗിനേഴ്സിന് നല്ലത്. കാര്യം അവർക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലേഡി ബേർഡിൻ്റെ ബുക്ക് സീരീസ് അത് ലെവൽ 1 മുതലുണ്ട്. അതിനകത്തൊക്കെ ചിലപ്പോൾ 1 വേർഡൊക്കെ കാണത്തുള്ളൂ ഒരു പേജിൽ. പക്ഷേ കുട്ടികൾ അവർ തന്നെ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ചെറിയൊരു റിവാർഡൊക്കെ കൊടുക്കുക. ഒരു 50 വേർഡ്സൊക്കെ നിങ്ങൾ വായിച്ച് കഴിയുമ്പോൾ, തുടക്കത്തിലൊക്കെ ആണെങ്കിൽ 10 വേർഡ്സൊക്കെ വയ്ക്കാം. ഒരു പാരഗ്രാഫൊക്കെ വായിച്ച് കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു റിവാർഡ് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷനാവും വീണ്ടും വായിക്കാനായിട്ട്. അതിപ്പോൾ നമ്മൾ ബുക്ക് തന്നെ വായിക്കണമെന്നില്ല. പുറത്ത് പോകുമ്പോൾ ഒരു നെയിം ബോർഡ് കാണുമ്പോൾ അത് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാനർ വായിക്കുക. അതിനകത്തൊക്കെ ഓരോ വേർഡ്സ് അവർ വായിക്കുമ്പോഴും നമ്മൾ ചെറിയൊരു റിവാർഡ്, ഓരോ വേർഡ്സിനല്ല ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഇത്രയും വേർഡ്സ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു റിവാർഡ്. അപ്പോൾ ദേ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ്. അങ്ങനെ വയ്ക്കുക. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബുക്കിൻ്റെ സീരീസാണ് കേട്ടോ. ഇത് ചെറിയൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ബുക്കാണ്. ഇതിൻ്റെ എനിക്കൊരു കളക്ഷൻ തന്നെ ഉണ്ട്. 2 dirhamsേ ഉള്ളൂ ഒരു ബുക്കിന്. പക്ഷേ സിൻഡ്രല്ല, തമ്പലീന അങ്ങനത്തെ കുറേ ഫേമസ് സ്റ്റോറീസൊക്കെ വളരെ നല്ല പിക്ചേഴ്സും അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷും നല്ല ബിഗ് ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ബുക്ക് ക്ലബ്ബുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കയ്യിലുള്ള ബുക്സ്, കുട്ടികൾ വായിച്ച ബുക്സെല്ലാം നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ നല്ല കുറേ ബുക്സൊക്കെ അവിടെ ഇരിക്കുകയാണ്. കാരണം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള കുറച്ച് സെലക്റ്റഡ് ബുക്സിൻ്റെ പേരും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള കാര്യം, നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ ബെഡ് ടൈം സ്റ്റോറീസൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി മിസ്റ്ററിയും അഡ്വഞ്ചറസും ആയിട്ടുള്ള ബുക്സൊന്നും ആ സമയത്ത് വായിക്കാൻ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് കുട്ടികളുമായിട്ട് ഒന്ന് ലൈബ്രറി പോവുകയോ അല്ലെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിൽ പോവുകയോ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ച് ബുക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ഫ്രീഡം കൊടുക്കണം. അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് പറയുകയാണ്, ഇവിടെ ചിൽഡ്രൻസ് ലൈബ്രറി, ഖലീഫ പാർക്കിലൊരു ചിൽഡ്രൻസ് ലൈബ്രറി ഉണ്ട്. അവിടെ കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ്. വെറും എമിറേറ്റ്സ് ഐ ഡി മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. നമുക്ക് കുട്ടികൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികൾക്കാണ് ഇങ്ങനത്തെ ബുക്സൊക്കെ നല്ലത്. കാര്യം മോറൽ സ്റ്റോറീസ് ആയാലും ഫെയറി ടെയിൽസ് ആയാലും അവർക്ക് സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കൂടാതെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങോട്ടും അവരെ കൊണ്ട് കഥ പറയിപ്പിക്കുക. അപ്പോൾ അവർക്കൊരു ഇമാജിനേറ്റീവ് പവർ കൂടും. അതല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അവരാലോചിച്ചിട്ട് പറയട്ടെ. അപ്പോൾ അവരാലോചിക്കും തോറും അവരുടെ ക്രിയേറ്റിവിറ്റി കൂടും. ഇനി കുട്ടികൾ കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഒരു 6 to 8 കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ബീർബൽ സ്റ്റോറീസ് അഥവാ തെന്നാലിരാമൻ സ്റ്റോറീസ് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലത്തെ സ്റ്റോറീസ് ആകുമ്പോൾ കുട്ടികൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമ്മൾ അവരെ കൊണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് അക്ബറിൻ്റെ ഒരു പ്രോബ്ലം അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവരാണ് ബീർബലെങ്കിൽ അതെങ്ങനെ സൊല്യൂഷൻ അവരത് കണ്ടുപിടിക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തിങ്കിങ് പവർ കൂടും. അവർക്കൊരു പ്രോബ്ലം എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാമെന്ന് മനസ്സിലാവും. ഇതൊന്നും കൂടാതെ കുറച്ച് വലിയ കുട്ടികൾക്ക് പറ്റിയ ബുക്സാണ് ജൂലിയ ഡൊണാൾഡ്സണിൻ്റെ ബുക്സ്, പിന്നെ JK റൗളിംഗ്, നമ്മുടെ ഇന്ത്യൻ ഓതറായ റസ്കിൻ ബോണ്ട്, അവരുടെയൊക്കെ ബുക്സ്, പിന്നെ സീക്രട്ട് 7, ഫേമസ് 5, നാൻസി ഡ്രൂ, എനിഡ് ബ്ലൈറ്റൺ ബുക്സ്, കാരോളിനീയുടെ ബുക്സ്, അതൊക്കെ നല്ല ബുക്കാണ് കേട്ടോ. കുറച്ച് വലിയ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയത്. ഡയറി ഓഫ് ഇംബിക്കറ്റ് സീരീസ്, ജെറോണിമോ സ്റ്റിൽട്ടൺ, തിയോ സ്റ്റിൽട്ടൺ, ഹാരി പോട്ടർ സീരീസ്, പിന്നെ റോൾഡ് ഡാളിൻ്റെ ബുക്സ്, അത് വളരെ നല്ല ബുക്സാണ് കേട്ടോ. മാർവൽ സ്റ്റോറി ബുക്ക് ഉണ്ടാവും, മാർവലിൻ്റെ കോമിക്സ് ഉണ്ടാവും. ഇതൊന്നും കൂടാതെ നമ്മുടെ ഇന്ത്യൻ ഓത്തറായ RK നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ് വളരെ നല്ല ബുക്കാണ്. സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, അതൊക്കെ നല്ല ബുക്സാണ് കേട്ടോ. വലിയ കുട്ടികൾക്ക് ഒരു അബൌട്ട് 10 yearsനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു
5th-ലോ 6th-ലോ എന്തോ സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സിനെ പറ്റി ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു വായിക്കാൻ. പിന്നെ ഇതൊക്കെ ക്ലാസിക്സ് ആണ്. ടൈം മെഷീൻ, ജേർണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. പിന്നെ ഓട്ടോബയോഗ്രഫിയിലെ മസ്റ്റ് റീഡ് ആയിട്ടുള്ള ബുക്കാണ് വിങ്സ് ഓഫ് ഫയർ, ഐ ആം മലാല, നമ്മുടെ വിവേകാനന്ദ, മഹാത്മാഗാന്ധിയുടെ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. അതൊക്കെ വളരെ നല്ല ബുക്സാണ് കേട്ടോ. ഇനി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾ പോലും ടിങ്കിൾ വായിച്ചോളൂ. ടിങ്കിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് അതിനകത്തുണ്ട്. മാത്രമല്ല കുറച്ച് ഇൻഫർമേറ്റീവാണ്. നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇംഗ്ലീഷും അതിനകത്തുണ്ട്. ഇനി ഇംഗ്ലീഷ് ബുക്സ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. മലയാളം വായിക്കാൻ അറിയാവുന്ന കുട്ടികൾക്ക് തുടക്കത്തിലൊക്കെ വായിക്കാൻ കളിക്കുടുക്ക വളരെ നല്ലതാണ്. അല്ലാതെ ബാലരമ. ഇവിടെ എല്ലാ സ്കൂളിലൊന്നും മലയാളമില്ല. അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മലയാളമില്ല. പക്ഷേ മലയാളികളായി നമ്മൾ മലയാളം അറിഞ്ഞുകൂടാന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം മലയാളം പഠിക്കാൻ ഏറ്റവും നല്ലത് ബാലരമ തന്നെയാണ് കേട്ടോ. ഒരു പക്ഷേ അവർ ഇംഗ്ലീഷ് വായിക്കുന്ന അതേ ഒരു ഫ്ലുവൻസിയിൽ അവർ മലയാളം വായിക്കത്തില്ല. പക്ഷേ എന്നാലും മലയാളം അറിഞ്ഞിരിക്കാൻ ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറയുന്നത് ഒരു എളുപ്പമാർഗ്ഗം ബാലരമ, അങ്ങനത്തെ ചിത്രകഥ ഉള്ള ബുക്കുകളായിരിക്കും. പിന്നെ ഇതുപോലത്തെ കുഞ്ഞി കവിതകളും കഥകളും ഒക്കെ നമുക്ക് വായിച്ചു കൊടുക്കാം കുട്ടികൾക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.